വെൽക്കം ബാക്ക് ടു നാറ്റ് ഡെമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റ് ഡെമിയുടെ മറ്റൊരു എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററുകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും പബ്ലിക് എക്സാം ആണുള്ളത് അല്ലേ? അപ്പോൾ എക്സാമാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് നാറ്റ് ഡെമി നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സെഷനും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന ഈ ഒരു 3 ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് എന്നുള്ള രൂപത്തിൽ, മീൻസ് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു പാർട്ട് കൂടിയാണ് എന്ത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇനി അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് അതിലേതെങ്കിലും ഒരു സിംഗിൾ ഭാഗങ്ങൾ മാത്രം ചോദിച്ചിട്ട് 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രയും വരാറുണ്ട്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും, 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെയാണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഏതായാലും MCQ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോബ്ലം വിത്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അഡീഷണൽ ഇൻഫർമേഷൻ മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫൈനൽ അക്കൗണ്ട്സ്? എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് ഇവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് ഫൈനൽ സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ കമ്പനീസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. ഒരു കമ്പനിയുടെ എക്സ്പെൻസിൻ്റെയും ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഇൻകത്തിൻ്റെയും ടോട്ടൽ ആണെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ ഡിറ്റർമിനർ ഓഫ് ദ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഡിറ്റർമിനർ ആണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദ അബോവ് ആണ്. അപ്പോൾ നമുക്കിത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനോട് സാമ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദ അബോവ് ആണ്. എല്ലാം മോള് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി സ്റ്റേജ് ഡസ് പ്രോസസ് ഓഫ് ഫൈനൽ അക്കൗണ്ടിങ് ഹാവ്? അതായത് ഈ ഫൈനൽ അക്കൗണ്ടിൽ ഏതൊക്കെ പ്രോസസ്സാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പ്രോസസ്സുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2, 3, 6, 5 എന്നുള്ളത്. ഓക്കെ, ഇവിടെ 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 അക്കൗണ്ടുകൾ, 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ് എന്നാണ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് തയ്യാറാക്കും, നമ്മളുടെ ഫിനാൻഷ്യൽ ഒരു പ്രോസസ്സ് ഫസ്റ്റ് നമ്മൾ ജേണൽ ചെയ്യുന്നു, ലെഡ്ജർ ചെയ്യുന്നു, പിന്നെ അതിനുശേഷം നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് 3 അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അഥവാ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ 3 അക്കൗണ്ടുകളാണ് നമുക്ക് എന്ത് വരുന്നത്, അതിൽ കടന്നു വരുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓർഗനൈസ് ദ ഓർഡർ ഓഫ് ദ പ്രോസസ് ഓഫ് ഫൈനൽ അക്കൗണ്ടിങ്. അപ്പോൾ ആ ഫൈനൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് ഓർഡർ അതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉണ്ട് ഫൈനൽ അക്കൗണ്ട്സ്, ജേണൽ, ലെഡ്ജർ. അതുപോലെ തന്നെ ലെഡ്ജർ, ജേണൽ, ഫൈനൽ അക്കൗണ്ട്സ്. ജേണൽ, ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ട്സ്, ദേ ഡു നോട്ട് ഹാവ് ആൻ ഓർഡർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പം നേരെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? എന്താണ് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ്, നമുക്കിതിൽ ട്രയൽ ബാലൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. സോ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് നമുക്ക് ജേണൽ, ലെഡ്ജർ, ഫൈനൽ അക്കൗണ്ട് അല്ലേ? ആ രൂപത്തിലാണ് നമുക്കിതിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ മൂന്നാമത്തെ ആൻസർ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് തയ്യാറാക്കുന്നത്? ഓക്കെ, നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ടു ഷോ റവന്യൂ റെസിപ്റ്റ്സ്, ടു കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്, ടു ലിസ്റ്റ് ഫിക്സ്ഡ് അസെറ്റ്സ്, ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡുകളിലും അതിൻ്റെ എഫക്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ആണ്. മീൻസ് ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു, ഒന്നില്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് തയ്യാറാക്കുന്നത് അല്ലേ? നെക്സ്റ്റ് 5th വൺ,
എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസന്റഡ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ ഏത് സാധനമാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് ഉണ്ട്, നെറ്റ് സെയിൽസ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്സ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഓപ്ഷൻ സി ആണ് വന്നിട്ടുള്ളത്. എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് 6 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ ബിസിനസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്ന സമയത്ത് നമ്മൾ അസറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ രൂപത്തിലാണ് എഴുതി വെക്കാറ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിക്വിഡിറ്റി ഓർഡർ, പെർമനൻസി ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓരോ ഓർഡറുകളിലേക്കാണ് നമ്മൾ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിലേതാണ് ഒരു അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലാത്തത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, റവന്യൂ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പെടാത്തത് ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റവന്യൂ അസറ്റ് ആണ്. റവന്യൂ അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അസറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ലാബിലിറ്റീസ് ക്ലാസിഫൈഡ് ഇൻ ടു. ഇതിലെ ലാബിലിറ്റീസ് ക്ലാസിഫൈഡ് ഇൻ ടു എന്ന് പറഞ്ഞു ഇതിലെ ഈ ലാബിലിറ്റീസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഫിക്സഡ് ലാബിലിറ്റീസ് ആൻഡ് വേരിയന്റ് ലാബിലിറ്റീസ്, ലോങ് ടേം ലാബിലിറ്റീസ്, കറന്റ് ലാബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഫണ്ട്, റവന്യൂ ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ലാബിലിറ്റീസ്, ഫിക്സഡ് ലാബിലിറ്റീസ് ആൻഡ് ലിക്വിഡ് ലാബിലിറ്റീസ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത്, നമുക്ക് ലോങ് ടേം ലാബിലിറ്റീസ് നമുക്ക് വരാറുണ്ട്, കറന്റ് ലാബിലിറ്റീസ് നമുക്ക് വരാറുണ്ട്, ഓണേഴ്സ് ഫണ്ട് നമുക്ക് വരാറുണ്ട്. ഓണേഴ്സ് ഫണ്ട് നമ്മൾ എന്താണ്? ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് അല്ലേ? ക്യാപിറ്റൽ കമ്പനി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കമ്പനിയുടെ ലാബിലിറ്റി ആയിട്ടാണ്, റൈറ്റ്? അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം റവന്യൂ ഇൻകം അക്കൗണ്ട്സ് ഓൺ വിച്ച് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏത് ഇൻകം അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുന്നത്? നമുക്ക് നമ്മൾ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റിന് എന്താണ് 2 എഫക്റ്റുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെലവെന്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ നിന്നാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് നമ്മളിതിനെ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡി നെയ്തർ. ഓപ്ഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് മൈനസ് ചെയ്യുന്നതായിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇൻകംസ് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സൈഡിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ നമ്മൾ രേഖപ്പെടുത്താറുള്ളത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. വിച്ച് അഡ്ജസ്റ്റ്മെന്റ് റെപ്രസെന്റ് ഇൻട്രസ്റ്റ് പേയബിൾ ടു പാർട്ട്നേഴ്സ് ഓൺ ദർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഏത് അഡ്ജസ്റ്റ്മെന്റ് ആണ് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അതിന് എന്തെങ്കിലും എന്ത് കൊടുക്കണം? ഒരു ഇൻട്രസ്റ്റ് പേയബിൾ ആണ് എന്ന് കാണിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, അബ്നോർമൽ ലോസസ്. ഈ അബ്നോർമൽ ലോസസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് അല്ലേ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. പാർട്ട്നേഴ്സ് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ഇത്ര ശതമാനം എന്നുള്ള രൂപത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ്, ഡിപ്രീസിയേഷൻ ഈസ് ആഡഡ് ടു വിച്ച് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലോട്ടാണ് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുന്നത് എന്നുള്ള ഏത് സൈഡിലോട്ടാണ്? നമുക്ക് ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഉണ്ട്, നെയ്തർ ഉണ്ട്. ഡെബിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താണ്? ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുന്ന ഐറ്റമാണ് അല്ലേ? എല്ലാം. അപ്പോൾ എല്ലാവിധ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത്. സോ ഈ രൂപത്തിലാണ് നമുക്ക് നമ്മൾ ഇത്രയും MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് MCQs ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് പൊതുവെ ചോദിക്കാറുള്ളത്. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഭാഗത്തു നിന്നാണ് പിന്നെ മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടി വരാറുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു essay ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും എല്ലാവരും പേപ്പറും പേനൊക്കെ കയ്യിൽ വെച്ചോളുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്നായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്തുണ്ടായിരിക്കുക? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ആദ്യം തന്നെ നമുക്കൊരു ട്രയൽ ബാലൻസ് തരുന്നു.
ശേഷം നമുക്കിവിടെ അതിൻ്റെ പുറമെ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി നമുക്ക് തരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അഥവാ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, നമുക്ക് 2 എഫക്റ്റുകൾ ഉണ്ടാവും നമുക്കറിയാം അല്ലേ. ഇതിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും 2 അക്കൗണ്ടുകൾ എഫക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലുണ്ടായിരിക്കാം. ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് extracted from the books of Arya Traders for the year ended 31st March 2017. അപ്പോൾ ഇതെന്താണ്, അവരുടെ ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ഇനി ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് തയ്യാറാക്കണം, നമ്മളോട് അവസാനം പറഞ്ഞിട്ടുള്ള എന്താണ്, പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. അതായത് 17 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യം നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് 45,000 അല്ലേ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്, 45,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, 45,000 നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അതെന്താണ്, നമുക്ക് 2 എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എഫക്റ്റുകൾ വരുന്നത് എവിടേക്കാണ്, നമുക്ക് ഒന്ന് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എവിടെയാണ്, നമ്മുടെ P&L-ലും P&L-ലാണ് വരിക. നമുക്ക് P&L-ലാണ് വരുന്നത് എന്നുള്ളതാണ് ഉണ്ടായിരിക്കുക. പക്ഷെ P&L-ലാണ് വരിക അല്ല, ഇവിടെ നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ്, നമുക്ക് ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ സെക്കൻഡ് എഫക്റ്റ് നമുക്ക് വരുന്നത്. സോ 2 എഫക്റ്റുകളാണ്, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാലറീസ് പെയ്ഡ് ഓൺലി അപ് ടു 31st January 2017. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, സാലറീസ് 31st January വരെ പേയ്മെന്റ് നടത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അഥവാ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലെ, എക്സ്പെൻസ് ആണ്. സോ ഈ ടൈപ്പ് എക്സ്പെൻസുകളെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ എന്ന് പറയാറുണ്ട്. സോ ഇതെന്താണ്, നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അവിടെ കിടക്കും. അപ്പോൾ ഇതിന്റെ എഫക്റ്റുകൾ നമുക്ക് എവിടെയാണ്, ഒന്ന് നമുക്ക് P&L-ൽ വരുന്നു, നെക്സ്റ്റ് വൺ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്ക് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസിന്റെ കുറച്ച് ഫണ്ട് അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകളാണ് അല്ലെ. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അതിന്റെ എഫക്റ്റ് കാണിക്കാറുണ്ട്. അതായത് ഏത് എക്സ്പെൻസിന്റെ മേലെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ കാണിക്കാറുള്ളത്. സോ ഇൻഷുറൻസ് പ്രീപെയ്ഡ് വരുന്ന എവിടേക്കാണ്, ഒന്ന് നമ്മുടെ P&L-ലും P&L ഡെബിറ്റ് സൈഡ് ആണ്. നെക്സ്റ്റ് വൺ അതാണ് ബാലൻസ് ഷീറ്റിലുമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അറ്റ് 10% per annum ഓൺ ഡെപ്റ്റേഴ്സ്. ഇനി ഡെപ്റ്റേഴ്സിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊവിഷൻ തയ്യാറാക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ പ്രൊവിഷൻ തയ്യാറാക്കുന്നത്, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സിനാണ് അല്ലേ. നമുക്ക് ബാഡ് ഡെബ്റ്റ് ഉണ്ടായേക്കാം. അപ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ നമ്മൾ തയ്യാറാക്കി വെക്കണം അല്ലേ. നമ്മൾ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 14ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ്, അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡെപ്റ്റേഴ്സിന്റെ മോഡൽ അല്ലേ, നമുക്ക് എത്ര ടോട്ടൽ ഡെപ്റ്റേഴ്സ് എത്രയുണ്ടോ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ എത്ര ശതമാനമാണ്, 10% നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കളയണം. ഓക്കെ, ഇത് നമുക്ക് എവിടേക്കാണ്, ഇതും നമുക്ക് P&L എന്നിവ P&L-ലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലുമാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഓരോന്നിനും 2 എഫക്റ്റുകൾ നമുക്ക് അതിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് വൺ ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് അറ്റ് 5% per annum ആൻഡ് ഫർണിച്ചർ അറ്റ് 10% per annum. ഇത് ഡിപ്രീസിയേഷൻ സംഭവിക്കും അല്ലേ, നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ മേലിൽ നമുക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും, തേയ്മാനം സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാണിക്കണം. ടോട്ടൽ ആ ഒരു അസറ്റിന്റെ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ച് കാണിക്കണം. ഇവിടെ നമുക്ക് ബിൽഡിംഗ് 5%, ഫർണിച്ചർ 10% കുറവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിന്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, 5% കുറച്ചിട്ട് കാണിക്കണം. എന്ത് പറഞ്ഞിട്ട് കാണിക്കണം, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാണിക്കണം. അതുപോലെ തന്നെ ഫർണിച്ചർ എന്നുള്ളത് എന്താണ്, 10% ഉണ്ട്. സോ ഫർണിച്ചറിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു ഫിക്സഡ് അസറ്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ടോട്ടൽ വാല്യൂയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു എമൗണ്ടിനെ കാണിക്കാൻ, മൈനസ് ചെയ്തിട്ട് കാണിക്കണം.
ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഒരു 15,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 10% കുറച്ചിട്ട് അല്ലേ, 15,000ത്തിൻ്റെ 10% എത്രയാണ്? 1500. ഓക്കെ, അപ്പോൾ നമ്മൾ 13,500 എന്നുള്ള എമൗണ്ട് ആയിരിക്കണം പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ 2 എഫക്റ്റുകൾ നമുക്ക് വരുന്നത്. ഓക്കെ, ഏതായാലും നമുക്കിനി പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം എങ്ങനെയാണ്, ഈ ഒരു ടി ഫോർമാറ്റ് തന്നെയാണുള്ളത് അല്ലേ. നമുക്ക് 4 കോളംസ് ആണ് വരുന്നത്. മാത്രമല്ല ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ഡേറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഡേറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ലാത്ത, നമ്മൾ ഇയർ എൻഡിലാണ് അല്ലേ, ഒരു നിശ്ചിത ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് അക്കൗണ്ടിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര് നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഹെഡിങ് കൊടുക്കണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ മുകളിൽ കൊടുക്കുന്നു. ശേഷം നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ളത് എന്താണ്, പെർട്ടിക്കുലേഴ്സ് ആണ്. പെർട്ടിക്കുലേഴ്സ് അമൗണ്ട് കോളം, വീണ്ടും പെർട്ടിക്കുലേഴ്സ് തന്നെയാണ് വരുന്നത്. വീണ്ടും അമൗണ്ട് കോളാണ്. സോ നമുക്കറിയാം ഇത് നമ്മുടെ ഡെബിറ്റ് സൈഡാണ്, ഇത് നമ്മളുടെ ക്രെഡിറ്റ് സൈഡാണ്. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് തയ്യാറാക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എല്ലാവിധ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകംസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകംസ് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം പർച്ചേസ് എന്ന് പറയുന്നത് എന്തിനാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കാര്യമാണ് അല്ലേ, പർച്ചേസ് എന്ന് പറയുന്നത്. സോ പർച്ചേസ് എന്നുള്ളത് നെറ്റ് പർച്ചേസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ അമൗണ്ട് കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ എന്താണ് നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, അതായത് പർച്ചേസസിൽ നിന്ന് നമ്മൾ ടോട്ടൽ പർച്ചേസ് ചെയ്ത അമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് റിട്ടേൺസ് നമ്മൾ മൈനസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അതിൽ വരുന്ന മനസ്സിലായി. പർച്ചേസും വരും, പർച്ചേസ് റിട്ടേണും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എൻട്രികളാണെന്ന് മനസ്സിലായി. ശേഷം നമുക്ക് നോക്കാം ഡ്രോവിങ്സ് എന്തിൽ വരുന്നതല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതല്ല. സെയിൽസ് വന്നിട്ടുണ്ട്. സെയിൽസ് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് നമ്മുടെ ഡയറക്റ്റ് ഇൻകം ആണ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്, ബട്ട് എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. സെയിൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത പോലെ ഡയറക്റ്റ് സെയിൽസിന് എമൗണ്ട് ഇല്ലേ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നെറ്റ് സെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. സോ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട്, ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് സെയിൽസ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ കിട്ടി, സെയിൽസ് റിട്ടേണും ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കാണിക്കേണ്ടതാണ് എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് നോക്കാം, സൺട്രി പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ് അല്ലേ. സോ നമ്മൾ ഇതും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് എന്തിലല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സൺട്രി ഡെപ്റ്റേഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി ആണ്, സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, പിന്നെ പർച്ചേസ് റിട്ടേൺ നമ്മൾ പറഞ്ഞു, സെയിൽസ് റിട്ടേൺ പറഞ്ഞു. കമ്മീഷൻ എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകം ആണ് എന്ത്, കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുണ്ട് വേജസ് എന്ന് പറഞ്ഞിട്ട്. വേജസ് എന്ന് പറയുന്നത് അല്ലെ, വേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നതാണ്. കാരണം ഇത് നമ്മളുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത്, വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേജസ് എന്താണ്, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കാണിക്കണം. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ വേജസ് കാണിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ക്യാരേജ് ഇൻവേർഡ്സ് അല്ലേ. നമ്മൾ പർച്ചേസിൻ്റെ മുകളിൽ നമ്മൾ ചിലവഴിക്കുന്ന ക്യാരേജ് ചാർജസ് ആണ് ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത്, ക്യാരേജ് ഇൻവേർഡ്സ് എന്താണ്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളതാണ്. ഇനി ക്യാരേജ് ഔട്ട്വേർഡ്സ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമുക്ക് വരുന്നത്. സോ അത് നമ്മൾ അവിടെ കാണിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് സാലറീസ് എന്ന് പറയുന്നത് നമ്മളുടെ
എക്സ്പെൻസ് ആണ് അല്ലേ, നമ്മളുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് റെൻ്റാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെൻ്റാണ്. റെൻറ്റ് നമ്മൾ നോർമലി എന്താണ്, നമ്മൾ സാലറീസും റെൻ്റൊക്കെ നമ്മൾ നോർമലി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ റെൻറ്റിൻ്റെ ബാലൻസ് എവിടെയാണ് കിടക്കുന്നത് നോക്കുക. എവിടെയാണ്, ഏത് ബാലൻസാണ്? ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത് അല്ലേ. റെൻറ്റിന് 3400 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അത് അവരെന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു ട്രിക്ക് രൂപത്തിലിട്ടതാണ് അല്ലേ. ഇപ്പോൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും, റെൻറ്റ് എന്ന് പറയുന്ന സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ട്രേഡിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തിട്ട് ഡെബിറ്റ് സൈഡിലുണ്ട് എഴുതി കൊടുക്കും. പക്ഷേ ഇവിടെ നമുക്ക് ബാലൻസ് ക്രെഡിറ്റ് ആണ്. സോ ക്രെഡിറ്റ് ബാലൻസ് ആകുന്ന സമയത്ത് റെൻറ്റ് എന്തായിരിക്കും, അപ്പോൾ റെൻറ്റ് നമുക്ക് റിസീവ്ഡ് ആണെന്ന് അർത്ഥം. റെൻറ്റ് പെയ്ഡ് അല്ല, റെൻറ്റ് റിസീവ്ഡ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് കാണിക്കേണ്ടത്. ബട്ട് എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെൻറ്റ് കാണിക്കുന്നത്. റെൻറ്റ് എന്തുകൊണ്ടാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ നമ്മളുടെ ലാബിലിറ്റി ആണ്, നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് അല്ലേ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ ലാബിലിറ്റി ആണ്. സോ അത് നമ്മൾ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ, നമ്മുടെ അസറ്റാണ്, കറണ്ട് അസറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റാണ്, ഇതൊക്കെ ബാലൻസ് ഷീറ്റിലാണ്. നെക്സ്റ്റ് ബിൽഡിംഗ് അല്ലേ, ബിൽഡിംഗ് എന്താണ്, ബാലൻസ് ഷീറ്റിലാണ്. ഫർണിച്ചർ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ് അല്ലേ. ബാഡ് ഡെബ്റ്റ് അല്ലേ, നമുക്ക് കിട്ടാകടങ്ങളായിട്ട് കിടക്കുന്ന അമൗണ്ട് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ബാഡ് ഡെബ്റ്റിൽ കാണിക്കണം. ബാഡ് ഡെബ്റ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളുടെ കൂട്ടത്തിൽ നമ്മൾ അതിനെ കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസസ് അല്ലേ, ജനറൽ എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. നെക്സ്റ്റ് ഇൻഷുറൻസ് ചാർജസ്. ഇൻഷുറൻസ് ചാർജസ് എന്താണ്, ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. ഇൻഷുറൻസ് കിട്ടിയതല്ല, എന്താണ്, പോയതാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഇവയും കാണിക്കേണ്ടത്. നെക്സ്റ്റ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അല്ലേ, ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ക്യാപിറ്റലിനെ കാണിക്കുക. സോ നമുക്ക് എല്ലാ എൻട്രീസും നമ്മൾ എവിടെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോന്നോരോന്ന് നമുക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്നതാണ്, നമുക്ക് പർച്ചേസ്, നെറ്റ് പർച്ചേസസ് ചെയ്താനുണ്ട് അല്ലേ. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ഓക്കെ, സോ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ആദ്യം എന്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സോ നമ്മൾ ആദ്യം ആ എൻട്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 20,000 ആണ് വരുന്നത് അല്ലേ. ശേഷം നമുക്ക് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എൻട്രീസ് ചെയ്താൽ ഡെബിറ്റ് സൈഡിൽ പിന്നെ നമുക്ക് പർച്ചേസസ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. പർച്ചേസസ് ആണ് വരുന്നത്. പർച്ചേസസ് എങ്ങനെ, ഡയറക്റ്റ് നമുക്ക് പർച്ചേസസിൻ്റെ ഫുൾ എമൗണ്ട് എഴുതാൻ പറ്റുമോ, ഇല്ല. നമുക്ക് നെറ്റ് പർച്ചേസ് ആണ്, ലെസ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് 80,000 ആണ്, മൈനസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് 2,000 ആണ്. സോ നമ്മുടെ എൻട്രി വരുന്നത് 78,000 ആണ്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് എൻട്രി എന്താണ് വരുന്നത് നോക്കാം. നെക്സ്റ്റ് ഓക്കെ, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പർച്ചേസ് റിട്ടേൺ നമ്മൾ മൈനസ് ചെയ്തിട്ട് കഴിഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി സെയിൽസ് ക്രെഡിറ്റ് സൈഡാണ്. നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡിൽ വരുന്ന എൻട്രീസ് നോക്കാം. പിന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഇവിടെ എന്താണ്, നമ്മൾ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട് ക്യാരേജ് ഇൻവാർഡ്സ് അല്ലേ. നമുക്ക് ക്യാരേജ് ഇൻവാർഡ്സ്. ഓക്കെ, ക്യാരേജ് ഇൻവാർഡ്സ് 2,000 എന്ന് പറയുന്ന എൻട്രി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ക്യാരേജ് ഇൻവാർഡ്സ് ആണ് 2,000. ക്യാരേജ് ഇൻവാർഡ്സ് നമുക്ക് 2,000 വരുന്നു. ശേഷം നെക്സ്റ്റ് വരുന്നത് എന്താണ്, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഓക്കെ വേജസ് ഉണ്ട് അല്ലേ. വേജസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ വേജസ് ആണ് നെക്സ്റ്റ് നമുക്ക് സൈഡിൽ വരുന്നത്. ഓക്കെ, വേജസ് എത്രയാണ് വരുന്നത്, അമൗണ്ട് എത്രയാണ്, വേജസ് നമുക്ക് 7,000 ആണ് നമുക്ക് വേജസ് വരുന്നത്. ഓക്കെ, 7,000 നമുക്ക് വേജസ് വരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ഏകദേശം ഡെബിറ്റ് സൈഡിൽ വേറെ ഏതും വരുന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ വേറെ ഏതും വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നേരെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് നമുക്ക് സെയിൽസ് അക്കൗണ്ടാണ് ചെയ്യാണ്ടായിരിക്കാം. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് നമ്മൾ നെറ്റ് സെയിൽസ് ആണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ സെയിൽസ് എന്നാണ് 1,20,000 ആണ്. 1,20,000 നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട് അല്ലേ. സെയിൽസ് റിട്ടേൺ നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ 1,20,000 നമുക്കിവിടെ സെയിൽസ് എഴുതാം. സെയിൽസ് മൈനസ് അല്ലെങ്കിൽ ജസ്റ്റ് ലെസ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേൺ. സെയിൽസ് എന്ന് പറയുന്നത് 1,20,000 ആണ്, മൈനസ് 1,500.
വരുന്നത് 1,80,500. 1,18,500 ആയിരിക്കും നമുക്ക് സെയിൽസ് വരുന്നത്. ഇനി നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഇൻകമായിട്ട് നമുക്ക് വേറെ ഏതും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിനി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് നമ്മൾ നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്ട് ഏതാണ് നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നുണ്ടല്ലേ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എഫക്ട്സുകൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലുമാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ ലാസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ കാണിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. ഓക്കെ, ആണ് ഈ എൻട്രീസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യണം, നമ്മളിതിനെ ബാലൻസ് ചെയ്ത് നോക്കണം. ബാലൻസ് ചെയ്യേണ്ടതായിട്ടാണുള്ളത്. സോ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 രൂപത്തിൽ നമ്മൾ 2 ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ 2 ലൈൻ വരയ്ക്കുക. ശേഷം എന്ത് ചെയ്യുക, താഴെ കൂടെ ഒരു ലൈനും വരയ്ക്കുക. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടൊക്കെ വരച്ചാൽ മതി. ഓക്കെ, കുഴപ്പമില്ല, ഷെയർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, 2 ക്രെഡിറ്റ് സൈഡിലെ അമൗണ്ട് കോളും ഡെബിറ്റ് സൈഡിലെ അമൗണ്ട് കോളും നമ്മൾ എന്ത് ചെയ്യുക, റഫായിട്ട് ഒന്ന് ടോട്ടൽ ചെയ്യുക. റഫായിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡാണോ കൂടുതലുള്ളത് അവയെ നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡിലോട്ട് എടുത്ത് ചെയ്താൽ അതാണ് നമ്മളുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, സോ നമുക്ക് 2 സൈഡ് റഫായിട്ട് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി കണ്ടാൽ തന്നെ മനസ്സിലാകും നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എന്നുള്ളത്. സോ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് നോക്കാം അല്ലേ. 1,63,500 ആണല്ലേ. 1,63,500 ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് ചെയ്യില്ല, 1,63,000 മുകളിലോട്ട് പോകില്ല. അപ്പോൾ അത് തന്നെയാണ് വലിയ എമൗണ്ട് എന്ന് മനസ്സിലായി. സോ അതെന്ത് ചെയ്യുന്നു, നമ്മൾ 2 സൈഡിലോട്ടും എടുത്തെഴുതുന്നു. ശേഷം ഇനി നമ്മൾ കുറവുള്ള സൈഡ് ഉണ്ടല്ലോ, ഇനി കുറവുള്ള സൈഡിലെ ഇനിയിപ്പോൾ ഈ ഒരു അമൗണ്ടിൽ നിന്ന്, ഈ ഒരു വലിയൊരു അമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറവുള്ള സൈഡിലെ ഓരോ അമൗണ്ടുകളും എന്ത് ചെയ്യുക, നമ്മൾ മൈനസ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, ഈ ഒരു ടോട്ടൽ അമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അമൗണ്ടിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കളയുക. ആ മൈനസ് ചെയ്ത് കളയുന്ന അമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രോസസ്. മീൻസ് ആ കിട്ടുന്ന അമൗണ്ടാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. അഥവാ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളുടെ ബാലൻസിങ് ഫിഗർ എന്താണ്, നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് അമൗണ്ട് വരുന്നത്, ഡെബിറ്റ് അമൗണ്ട് കോളത്തിലാണ് നമുക്ക് അതിൻ്റെ അമൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് അതിൻ്റെ അമൗണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രോസ് ലോസ് എന്ന് വിളിക്കുന്നു. സോ ഇവിടെ നമുക്ക് മനസ്സിലായി എവിടെയാണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, ഇൻകം സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് അതിൻ്റെ അമൗണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണെന്ന് നോക്കാം. നമ്മൾ അതിന് ചെയ്യേണ്ട പ്രോസസ് എന്താണ്, ഈ വലിയ അമൗണ്ടിൽ നിന്ന് വലിയ അമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു അമൗണ്ട് കോളത്തിലുള്ള എല്ലാ അമൗണ്ടുകളും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ട് കളയണം. ഓക്കെ, സോ നമുക്കതിന് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അമൗണ്ട് എന്ന് പറയുന്നത് 56,500 എന്ന് പറയുന്ന അമൗണ്ടാണ്, 56,500. സോ അത് നമ്മളുടെ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സോ ഇതാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്. സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നേരെ ഇവിടെയാണ് കിട്ടിയത്, നമ്മൾ നേരെ എന്ത് ചെയ്യണം, വീണ്ടും ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റി. കാരണം അത് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ, ക്രെഡിറ്റ് സൈഡിലോട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് കോളൊന്നും വേണമെന്നില്ല. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ഒരു സ്ലൈഡ് ആയതുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്തതേ ഉള്ളൂ. നമുക്ക് പൊതുവെ എന്താ ചെയ്യാറുള്ളത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒറ്റൊരു അക്കൗണ്ട് ആക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റാണ് ചെയ്തു പോരാണെന്നുള്ളത്. ബാലൻസ് ഷീറ്റാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഏതായാലും ഇവിടെ നിന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് തന്നെയാണ് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് 56,500 ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ കളികൾ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് വരുന്നത്. സോ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലേ, പർച്ചേസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഡ്രോയിങ്സ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അക്കൗണ്ട് വരുന്നില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് വരുന്നില്ല. സൺഡ്രി ഡെപ്റ്റേഴ്സ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നില്ല. സെയിൽസ് റിട്ടേൺ നമുക്ക് വരുന്നില്ല. കമ്മീഷൻ അല്ലേ, കമ്മീഷനാണ്. കമ്മീഷൻ എത്രയാണ്, 6,900 അല്ലേ. കമ്മീഷൻ നമുക്ക് എത്രയാണ് വരുന്നത്, 6,900 ആണ് വരുന്നത്. ഓക്കെ, കമ്മീഷൻ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ അതർ ഇൻകംസിലൊക്കെ നമുക്ക് വരുന്ന കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാണ്,
നമ്മളതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രേഖപ്പെടുത്തുന്നത്. കമ്മീഷൻ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. സോ 6,900 ഇതാണ് നമ്മുടെ കമ്മീഷൻ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി നോക്കാം. അതുപോലെ തന്നെ കമ്മീഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കമ്മീഷൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്മീഷൻ 6,900. നമുക്ക് അതിന് കമ്മീഷൻ്റെ മേലെ നമുക്ക് എന്ത് വരുന്നില്ല, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. കമ്മീഷൻ കഴിഞ്ഞു, ഇനി വേജസ് അല്ലേ. വേജസ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. കമ്മീഷൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. കാരേജ് ഇൻവേർഡ്സ് നമ്മൾ എൻ്റർ ചെയ്തതാണ്. ഇനി കാരേജ് ഔട്ട്വേർഡ്സ് ആണ് അല്ലേ. കാരേജ് ഔട്ട്വേർഡ്സ് ആണ് നമുക്കുള്ളത്. സോ കാരേജ് ഔട്ട്വേർഡ്സ് നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് 1,000 rupees നമുക്ക് കാരേജ് ഔട്ട്വേർഡ്സ് ആയിട്ട് വരുന്നത്. 1,000 rupees ആണ്. ഓക്കെ, 1,000 rupees. ഓക്കെ, കാരേജ് ഔട്ട്വേർഡ്സും കഴിഞ്ഞു. നെക്സ്റ്റ് സാലറീസ് ഉണ്ട്. സാലറീസ് നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. സാലറീസ് എന്ന് നമ്മൾ എഴുതുന്നു. സാലറീസ് ആണ്. സാലറീസ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സാലറീസ് എന്നാണ് ഇവിടെ എന്തുണ്ട്, നമുക്ക് സാലറീസിൻ്റെ മേലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. എന്താണ്, സാലറീസ് പെയ്ഡ് ഓൺലി അപ് ടു 31st January 2017. 2017 31st January വരെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ സാലറീസ് എഴുതിയിട്ടുള്ളത്, സാലറീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് 31 January വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സാലറി കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് ടോട്ടൽ കൊടുത്ത സാലറി എത്രയാണ്, നമുക്ക് നമ്മുടെ ബുക്കിലുണ്ടായിരുന്ന സാലറി എന്ന് പറയുന്നത് 10,000 rupees ആണ് അല്ലേ. 10,000 rupees ആണ് നമുക്ക് എന്തിട്ടുള്ളത്, നമുക്ക് നമ്മൾ ടോട്ടൽ ഇതുവരെ കൊടുത്തിട്ടുള്ള കാര്യം. ഓക്കെ, നിങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ എൻട്രീസൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മാർക്ക് റിമൂവ് ചെയ്യുന്നത്. മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് ഓരോ എൻട്രി ഏതെങ്കിലും എഴുതാതെ വിട്ടുപോകാതൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിട്ടുപോകില്ല മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ടോ. ജസ്റ്റ് മാർക്ക്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നിങ്ങൾ കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതിനാണോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് ആ എൻട്രിയിൽ ഒന്ന് എക്സ്ട്രാ മാർക്കൊക്കെ ചെയ്തില്ല. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും വിട്ടുപോകില്ല. പിന്നെ നിങ്ങൾ അവസാനം ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യാൻ വേണ്ടി ബാക്കോട്ട് വന്ന് കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം തന്നെ നമ്മൾ ഈ പ്രോസസ് ചെയ്ത് പോകുന്നതാണ്. സോ സാലറീസ് നമുക്ക് എത്ര ഇവിടെ ടോട്ടൽ തന്നിട്ടുള്ളത്, സാലറീസ് നമുക്ക് ടോട്ടൽ ഇവിടെ തന്നിട്ടുള്ളത് ടോട്ടൽ നമ്മൾ ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് 10,000 ആണ് അല്ലേ. 10,000 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സാലറീസ് എന്ന് പറയുന്നത്. സാലറീസ് ഇനി ഈ സാലറീസ് കൊടുത്ത കാലയളവ് ഏതാണ്, നമുക്കറിയാം നമ്മൾ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏപ്രിൽ ടു മാർച്ചാണ്. ഏപ്രിൽ ടു മാർച്ചാണ്. പക്ഷേ ഇവിടെ ജനുവരി വരെ കൊടുത്തിട്ടുള്ളൂ. സോ ഏപ്രിൽ മുതൽ ജനുവരി വരെയാണ് എത്ര, ഈ 10,000 കൊടുത്തിട്ടുള്ളത്. ഏപ്രിൽ വരെ ജനുവരി. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 10 മാസത്തിലാണ് എന്തുള്ളത് ഈ 10,000 കൊടുത്തിട്ടുള്ളത്. അഥവാ 10,000 ഫോർ 10 months ആണ് അല്ലേ. 10 മാസത്തിന് വേണ്ടിയിട്ടാണ് 10,000 നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്തിനും ഇങ്ങനെയൊക്കെ കാണേണ്ട ആവശ്യം, നമുക്ക് തന്നിട്ടില്ല അല്ലേ ക്വസ്റ്റ്യനിൽ. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇനി ഇത്രയാണുള്ളത്, ഇവർ കൊടുക്കാൻ ബാക്കിയായിട്ട് ഇത്ര എമൗണ്ട് ബാക്കിയുള്ളത് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ 10 മാസത്തിനാണ് എന്തുള്ളത് ഈ 10,000 കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 10,000/10 അല്ലേ. 10,000/10. അപ്പോൾ ഒരു മാസത്തിന് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടും. എത്രയാണ്, നമുക്ക് 2 zeros വെട്ടി കളയാം. സോ നമുക്ക് 1,000 ആണ് എന്ത് വരിക പെർ മന്ത് നമുക്ക് വരുന്നത്. 1,000 ആണ് പെർ മന്ത് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി എത്ര മാസം നമുക്ക് ബാക്കിയുണ്ട്, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 2 മാസം. അപ്പോൾ നമ്മളിനി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 2,000 rupees ആണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്. ഓക്കെ, സോ ഈ 2,000 rupees നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ഉള്ള സാലറിയുടെ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയിട്ട് കാണിക്കണം. സോ ഇവിടെ നമ്മൾ 10,000 എന്ന് എഴുതുന്നു പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2,000 കാണിക്കുന്നു. ടോട്ടൽ 12,000. ഇങ്ങനെയാണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എഴുതാനുള്ളത് നോക്കാം. നമ്മൾ സാലറീസ് നോക്കി. ഇനി റെൻ്റാണ് അല്ലേ. റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ റെൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. റെൻ്റ് എന്ന് പറഞ്ഞിട്ട് 3,400. ഓക്കെ, നെക്സ്റ്റ് എൻട്രി നമുക്ക് എന്താ വരുന്നത്,
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 ബിൽസ് പേയബിൾ ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. ബാങ്ക് ഓഫ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റാണ്, ബിൽഡിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് ഫർണിച്ചർ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഇതിനെന്തുണ്ടായിരുന്നു? അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? ബിൽഡിങ്ങിനും ഫർണിച്ചറിനൊക്കെ എന്തായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ്സ്? ഡിപ്രീസിയേഷൻ. ഓക്കെ, നമുക്കത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ്സ്. ഓക്കെ, ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എവിടെ വരുന്നതാണ്? 2000. ബാഡ് ഡെബ്റ്റ് 2000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിൽ വരുന്നതാണ്, നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ കംപ്ലീറ്റ് എഴുതാനായിട്ടില്ല, അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഡയറക്റ്റ് ബാഡ് ഡെബ്റ്റ്സിൻ്റെ മേലല്ല, നമുക്കൊരു പ്രൊവിഷൻ ചെയ്യാനുണ്ട് അല്ലേ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അറ്റ് 10% per annum ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മേലിൽ നമുക്ക് 10% നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്ക് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയിട്ട് അതിൽ കാണിക്കാറുണ്ട്. അത് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ബാഡ് ഡെബ്റ്റ്സിൻ്റെ കൂടെ കൂട്ടിയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് എത്രയാണുള്ളത്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് എത്രയാണ് നമുക്ക് നോക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് 46,000 രൂപയുണ്ട്. സോ 46,000-ൻ്റെ 10% നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? 46,000-ൻ്റെ 10%. 46,000-ൻ്റെ 10% എന്ന് പറയുന്നത് എങ്ങനെയാണ്? 46,000 × 10/100 അല്ലേ? നമുക്ക് 2 zeros വെട്ടിക്കളയാം. ഈ 2 zeros വെട്ടിക്കളയാം. പിന്നെ 460 × 10 = 4,600. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്രയാണ് നമുക്ക് അതിൻ്റെ പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യുക? ബാഡ് ഡെപ്റ്റിൻ്റെ അമൗണ്ടിനോട് ആഡ് ചെയ്ത് കാണിക്കുക അല്ലേ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എത്രയാണ്? 4,600. സോ ടോട്ടൽ എമൗണ്ടാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് 6,600 എന്നുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കാം, നമ്മളിവിടെ കാണിക്കേണ്ടതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്തു, ഈ ഡെപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ ഒരു 4,600 എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെപ്റ്റേഴ്സ് കാണിക്കുന്ന സമയത്ത് അത് നമ്മളവിടെ മൈനസ് ചെയ്ത് കാണിക്കാൻ വേണം. ഓക്കെ, ഇനി ജനറൽ എക്സ്പെൻസ് ആണ്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ജനറൽ എക്സ്പെൻസസ്. ഓക്കെ, എമൗണ്ട് എത്രയായിരുന്നു? 6,000 ആണെന്ന് തോന്നുന്നു, റൈറ്റ്? ജനറൽ എക്സ്പെൻസസ് 4,000 ആണ്. 4,000 ആണ്. ഓക്കെ, നെക്സ്റ്റിന് വരുന്നത് എന്താണ്? ഇൻഷുറൻസ് അല്ലേ? ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിൻ്റെ നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് നമുക്ക് അവിടെ അമൗണ്ട് കാണിച്ചിട്ടുള്ളത് 6,000 ആണ്. നമ്മൾ ഇൻഷുറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? 6,000 പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഷുറൻസ് പ്രീപെയ്ഡ് വരെ ഉണ്ട്. നമ്മൾ നേരത്തെ പെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. മീൻസ് നമ്മൾ 6,000 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൽ 800 നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി 6,000 കൊടുക്കാനുണ്ടായിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കൊടുക്കാനുണ്ട് അല്ലേ? നമ്മൾ എന്താണ്, അതിൽ 800 നമ്മൾ ഓൾറെഡി പേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് 800 രൂപ ആ ഒരു പ്രീപെയ്ഡ്, നമ്മളെന്താണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 6,800 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളവിടെ കാണിക്കേണ്ടത്. സോ 5,200 എന്നുള്ള എമൗണ്ട് ആയിരിക്കും നമ്മളവിടെ കാണിക്കേണ്ടി വരും. സോ നമുക്ക് ഏതായാലും ആ എൻട്രി എഴുതാം. ഓക്കെ, ഇൻഷുറൻസ് എത്രയാണ്? 6,000 ആണ്. മൈനസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 8,000 ആണ് അല്ലേ? 800 ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 800 ആണ്. സോ നമുക്ക് എത്രയാണ് എമൗണ്ട് വരുന്നത്? 5,200 ആണ്. ഓക്കെ, സോ എല്ലാത്തിൻ്റെയും ഏകദേശം ഒരു എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ കണ്ടു തുടങ്ങി അല്ലേ? നെക്സ്റ്റ് ഇനി എന്താണ് എൻട്രി ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബിൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഫർണിച്ചറിൻ്റെയും കേസ് വന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എഫക്റ്റ് വരാനുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്തായിരിക്കും ആ എഫക്റ്റ്? നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇൻഷുറൻസിൻ്റെ ഒന്ന് നമ്മൾ പാസ് ചെയ്തു അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇതെല്ലാം നമ്മൾ ചെയ്തു അല്ലേ? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ ഏകദേശം നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇതിൽ നമ്മൾ 1 കംപ്ലീറ്റ് ചെയ്തു, ഇതിൽ നമ്മൾ 1 ചെയ്തു, ഇവിടെ നമ്മൾ ചെയ്തു. ഇതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് അല്ലേ? എന്താണ് ഡിപ്രീസിയേഷൻ 5% ഓൺ ബിൽഡിങ്ങിൻ്റെ 5%, ഫർണിച്ചറിൻ്റെ 10% നമുക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കാണണം. സോ നമ്മൾ എന്ത് ചെയ്യാം? ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണ്? ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക്
ബിൽഡിങ്സിൻ്റെ എമൗണ്ട് 80,000 വരുന്നുണ്ട്, ഫർണിച്ചർ 23,000 വരുന്നുണ്ട്. സോ നമുക്ക് ബിൽഡിങ്ങിന് 80,000 ആണ്. 80,000ൻ്റെ ബിൽഡിങ്ങിന് എത്ര ശതമാനമാണ്? 5% ആണ്. സോ ബിൽഡിങ്ങിൻ്റെ 5% നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണണം. 8,000 × 5 800 × 5 എന്ന് പറയുന്നത് 4,000 ആണ്. അതുപോലെ തന്നെ ഇനി ഫർണിച്ചറിൻ്റെ 10%. ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്ക് 23,000 ആണ് നമുക്ക് വരുന്നത്. അതിൻ്റെ 10% നമ്മൾ കാണേണ്ടത്. നമ്മൾ സീറോസ് കളയുന്നു. സോ 230 × 10 എത്രയാണ്? 2,300. ഇങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളെ തേയ്മാനം ഈ ഒരു വർഷം നമ്മുടെ അസറ്റിൽ നമുക്ക് വാല്യൂവിൽ കുറവ് വന്നിട്ടുള്ള സാധനമാണ് ഈ രണ്ട് അമൗണ്ടുകൾ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിക്കാം. ഡിപ്രീസിയേഷൻ നമുക്ക് ഏതൊക്കെയായിരുന്നു അമൗണ്ട്? ഒരു 4,000 പ്ലസ് 2,300 ടോട്ടൽ നമുക്ക് 6,300 നമുക്ക് വരുന്നത്. ഓക്കെ, 6,300 നമുക്ക് അതിൽ വരാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും നമ്മൾ 1 എൻട്രീസ് എല്ലാത്തിലും നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം? എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇൻഷുറൻസ് നമ്മൾ ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് നമ്മൾ ബാലൻസിങ്ങിലോട്ട് കിടക്കുക. സോ ബാലൻസിങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? റഫായിട്ട് ടോട്ടൽ ചെയ്യുക. ഏത് സൈഡാണോ നമുക്ക് കൂടുതലുള്ളത് ആ കൂടുതലുള്ള അമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡിലോട്ടും എടുത്ത് എഴുതുക. ഓക്കെ, കൂടുതൽ ഏത് സൈഡാണുള്ളത് അവിടെ നമ്മൾ 2 സൈഡിലോട്ട് നമ്മൾ അതിനെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏത് സൈഡാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 2 സൈഡ് എന്ത് ചെയ്തു? നമ്മൾ ബാലൻസ് ചെയ്തു. നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടിയത്. നമുക്ക് 66,800 നമുക്ക് ഫസ്റ്റ് ആൻസർ വന്നത്. അത് നമ്മൾ 2 സൈഡിലോട്ട് എടുത്ത് എഴുതി. ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ബാക്കിയുള്ള അമൗണ്ടുകളല്ലേ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലെ അമൗണ്ട് കോളത്തിലെ ബാക്കിയുള്ള അമൗണ്ടുകൾ മുഴുവൻ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ വലിയ അമൗണ്ട് ഒന്ന് മൈനസ് ചെയ്തു. സോ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ അമൗണ്ടാണ് ഇവിടെ 31,700 എന്ന് പറയുന്നത്. അവയെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമുക്കിവിടെ നമ്മൾ ഇതിലെ ബാലൻസ് ഫിഗറായിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസുമാണ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 31,700 എന്നുള്ളതാണ്. സോ നമ്മളുടെ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ അവസാന സ്റ്റെപ്പായിട്ടുള്ള ബാലൻസ് ഷീറ്റിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. സോ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2017 ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ലാബിലിറ്റീസ് പിന്നെ അമൗണ്ട് കോളം അസറ്റ് അമൗണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനായിരിക്കും. നമുക്ക് ഈ രൂപത്തിലാണ് ലാബിലിറ്റീസ് അമൗണ്ട് അസറ്റ് അമൗണ്ട് ലാബിലിറ്റീസ് കോളം അസറ്റ് കോളം. ഇനി നമ്മുടെ എല്ലാ ലാബിലിറ്റീസ് നമ്മൾ ഈ സൈഡിൽ എഴുതുന്നു. അതുപോലെ തന്നെ എല്ലാവിധ അസറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അപ്പോൾ നമ്മൾ ഇനി ഇത് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഡ്രോയിങ്സ് ഉണ്ട് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്ന റൈറ്റാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ നമ്മൾ എഴുതാറുണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ക്യാപിറ്റൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൽ നമ്മൾ 2 അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ആദ്യം നമുക്ക് ക്യാപിറ്റൽ തന്നെ എഴുതി കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ചെയ്യാം. സോ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ അമൗണ്ട് നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് 1 ലക്ഷമാണ് 1 ലക്ഷമാണെന്നാണ്. യെസ്, ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാപിറ്റൽ 1 lakh വരുന്നത് ക്യാപിറ്റൽ 1 lakh വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ 1 lakh. ഇനി 1 lakhൻ്റെ കൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയും നെറ്റ് ലോസ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുകയും വേണം. അതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ എന്താണ്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 31,700. ഇത് ഒന്നാമത്തെ കേസ്. ഇനി ഇത് 1,31,700 നമുക്ക് കിട്ടി. ഇതിൽ നിർത്താനായിട്ടില്ല. നമുക്കിനി എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടാകും നോക്കണം ഡ്രോയിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ
ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കളയണം. നമുക്കിവിടെ ഡ്രോയിങ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? ഡ്രോയിങ്സ് നമുക്കിവിടെ 6000 വന്നിട്ടുണ്ട് അല്ലേ? 6000 നമുക്ക് ഡ്രോയിങ്സ് ഉണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തിട്ട് കാണിക്കണം. സോ 6000 നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ നമുക്ക് 1,31,700 നിന്ന് 6000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,21,700 നമുക്ക് ലഭിക്കും. സോ അതാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും. 1,25,700 ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കിയുള്ള എൻട്രീസ് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് ഫസ്റ്റ് നമുക്ക് ലാബിലിറ്റി സൈഡ് ക്ലിയർ ചെയ്യാം. സോ ഓക്കെ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എഴുതി ശേഷം നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്? ഓക്കെ, സൺഡ്രി ഡെപ്റ്റേഴ്സ് നമുക്ക് അസറ്റ് സൈഡാണ്. സെയിൽസ് റിട്ടേൺ ഇല്ല, വേജ് ഇല്ല, ക്യാരേജ് ഇൻവേർഡ്സ് ഇല്ല, ക്യാരേജ് ഔട്ട്വാർഡ്സ് ഇല്ല, സാലറീസ് ഇല്ല, റെൻറ്റ് വരുന്നില്ല. ബിൽസ് പേയബിൾ എന്താണ്? നമ്മളുടെ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ബാധ്യത ലാബിലിറ്റിയാണ്. സോ ബിൽസ് പേയബിളും നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ബിൽസ് പേയബിൾ 16,000 ബിൽസ് പേയബിൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബിൽസ് പേയബിൾ. നെക്സ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 9,500 നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 9,500. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് വരുന്നത് നോക്കാം. 9,500 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ക്യാഷ് ആൻഡ് അസറ്റാണ്. ബിൽഡിങ്, ഫർണിച്ചറൊക്കെ നമുക്ക് അസറ്റുകളാണ്. ബാഡ് ഡെപ്റ്റ് നമ്മളുടെ ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് വന്നു കഴിഞ്ഞു. ജനറൽ എക്സ്പെൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇവ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതി കഴിഞ്ഞു. പക്ഷേ ഇതോടെ നമ്മളിത് കഴിഞ്ഞിട്ടില്ല. നമുക്കവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, റൈറ്റ്? അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ സാലറീസ് പെയ്ഡ് ഓൺലി അപ് ടു 31st January എന്നൊരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഇവിടെ ഈ സാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലുള്ളത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ലാബിലിറ്റികളായിട്ടാണ്. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. സോ ഔട്ട്സ്റ്റാൻഡിങ് OS സാലറീസ് എത്രയായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്? 2,000 രൂപയായിരുന്നു അല്ലേ? 2,000 രൂപയല്ല, ഇനി 2 മാസത്തെ കൊടുക്കാണ്ടായിരുന്നത്. സോ അത് നമ്മളിവിടെ കാണിക്കുന്നു. ഓക്കെ, സോ അത് അത്രയും കാര്യമാണ് നമുക്ക് നമ്മുടെ ലാബിലിറ്റി സൈഡിൽ നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി ബാക്കി ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിൽ നമുക്ക് വരുന്ന ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൺഡ്രി ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു പെർമനൻസി ഓർഡറിൽ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ബിൽഡിങ്ങും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം. ഓക്കെ, നമ്മുടെ അസറ്റുകൾ നമുക്ക് ആദ്യം എഴുതാം, ഫിക്സ്ഡ് അസറ്റുകൾ. സോ ബിൽഡിങ്, ഫർണിച്ചർ 80,000 23,000 ആണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്? നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അല്ലേ? സോ ബിൽഡിങ്, അതുപോലെ തന്നെ ഫർണിച്ചർ ഇവിടെ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 80,000 ആണ്. പക്ഷേ ഇതിന് എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് ഇതിൽ മൈനസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 23,000 നിന്നും ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. സോ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,000 ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്തിട്ട് 76,000 എന്നാണ് നമ്മുടെ പുതിയ വാല്യൂ. 23,000 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2,300 ആയിരുന്നു. അത് നമ്മളുടെ 21,700 എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ കാണിക്കുന്നു. സോ അസറ്റുകൾ നമ്മൾ ഫിക്സഡ് അസറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഡെപ്രീസിയേഷൻ്റെ 2 എഫക്റ്റുകളും വന്നു കഴിഞ്ഞു അല്ലേ? ഡെപ്രീസിയേഷൻ 2 എഫക്റ്റുകൾ വന്നു കഴിഞ്ഞു, സാലറീസിൻ്റെ 2 എഫക്റ്റുകളും വന്നു കഴിഞ്ഞു. ഇനി ഇവ രണ്ടാളും വരാനില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അസറ്റുകൾ മറ്റു ഭാഗങ്ങൾ ഏതാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ സൺഡ്രി ഓക്കെ ഇവ രണ്ട് നമ്മൾ എന്ത് ചെയ്തു? രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നെക്സ്റ്റ് നോക്കാം. നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സ് വരാനുണ്ട് അല്ലേ? സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് ഇനി നമുക്കുള്ളത്. സൺഡ്രി ഡെപ്റ്റേഴ്സ് നോക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് വരുന്നത് 46,000 ആണ് അല്ലേ? നമുക്ക് 46,000 ആണ് സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വരുന്നത്. പക്ഷേ നമുക്കിവിടെ എന്തുണ്ടായിരുന്നു? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ മേലിൽ. എന്താണ്? ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 10% പെർ ആനം ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% നമ്മൾ ഇത് കാണിക്കണം. എന്ത്?
പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്സ്. അപ്പോൾ അത് ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡെപ്റ്റേഴ്സിൽ നിന്ന് സൺഡേ ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കാണിക്കുക. സോ ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ എത്രയായിരുന്നു, നമ്മൾ 4600 ആയിരുന്നു നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്, 41,400 ആണ് നമുക്ക് എന്തുണ്ടായിരിക്കുക നമുക്കപ്പോൾ കിട്ടുക, 41,400. സോ ഇതാണ് നമ്മളുടെ പുതിയ ഡെപ്റ്റേഴ്സിൻ്റെ സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 41,400. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് എൻ്റർ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, 41,500 അത് നമ്മൾ എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ എൻ്റർ ചെയ്യാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. സൺഡേ ഡെപ്റ്റേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ ഇല്ല, സെയിൽസ് റിട്ടേൺ ഇല്ല, കമ്മീഷൻ ഇല്ല, വേജസ് ഇല്ല, ക്യാരേജ് ഇൻവേർഡ്സ് ഇല്ല, ക്യാരേജ് ഔട്ട്വാർഡ്സ് ഇല്ല, സാലറീസ് ഇല്ല, റെൻ്റ് ഇല്ല, ബിൽസ് പേബിൾ നമ്മൾ എൻ്റർ ചെയ്തു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ റെൻ്റ്. ഓക്കെ, ഇനി ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് വരാണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്, 4,300 ഉണ്ട്. അത് മാത്രമാണ് ബാക്കി. ബിൽഡിംഗ് നമ്മൾ എഴുതി, ഫർണിച്ചർ എഴുതി, ബാഡ് ഡെപ്റ്റ്സിൻ്റെ കേസ് കഴിഞ്ഞു, ജനറൽ എക്സ്പെൻസ് എഴുതി, ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് 4,300 വരാനുണ്ട് അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് 4,300. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് എടുത്തതാണ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇനി ഇതിൽ ഡബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരാത്ത ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഫൈനലായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സിൻ്റെ ഡബിൾ എൻട്രിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒരു ഇൻഷുറൻസ് പ്രീപെയ്ഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അസറ്റായിട്ടാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അസറ്റായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് കാണിക്കേണ്ടി വരും, നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ അതിനെ കാണിക്കേണ്ടി വരും. എന്താണ്, പ്രീപെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രീപെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, 800 വരുന്നുണ്ട്. സോ എന്ത് സംഭവിച്ചു, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇവൻ്റെയും 2 എൻട്രി കഴിഞ്ഞു. ഇവൻ എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു, ബാലൻസ് ഷീറ്റിലും വന്നു. ഇനി ആരൊക്കെയാണുള്ളത്, ഇനി ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണുള്ളത് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എവിടെ വരും, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലുമാണ് വരുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നത് എവിടെയാണ്, നമ്മുടെ അസറ്റ് സൈഡിലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഒരു വർഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കാണ്, അത് നമ്മളുടെ അസറ്റാണ്, റൈറ്റ്. സോ നമുക്ക് എന്താണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അവസാനമായിട്ട് നമുക്ക് എഴുതാനുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. സോ നമ്മൾ എല്ലാ എൻട്രീസും നമ്മൾ എന്ത് ചെയ്തു, എഴുതി കഴിഞ്ഞു. എന്നിട്ട് അവസാനം നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിച്ചാലും എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അവസാനത്തെ ബാലൻസിങ്ങിനായിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ എന്ത് വരാൻ പാടില്ല, നമുക്ക് രണ്ട് സൈഡിൽ 2 എമൗണ്ട് നമുക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. നമുക്ക് രണ്ടും ടാലി ആയിട്ടുണ്ടായിരിക്കണം. ടാലി ആവണം എന്നുള്ളതാണ്. ടാലി ആയി കഴിഞ്ഞാലാണ് എന്ത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയാണ് എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടുന്നത് 1,88,200 നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നു, 1,88,200 നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ടായിരിക്കുക. ഞാൻ കൂടുതൽ ഇങ്ങനെ കുറച്ച് ടൈം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ചാർട്ടാണ്. കുറച്ച് ടൈം എടുത്ത് നമ്മൾ കൂടുതൽ സംസാരിച്ചതേ ഉള്ളൂ. ബട്ട് എന്താണ്, നമ്മൾ ഈ പാർട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞ പാർട്ടുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന കുറച്ച് പാർട്ടുകളാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കീ വരുന്നത്. ഓക്കെ, ആൻസർ കീയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഭാഗവും. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ എൻട്രീസും കൃത്യമായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓരോന്ന് എഴുതുന്നതിനനുസരിച്ച് നിങ്ങൾ ചെറിയ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സുഖമാവും. ക്വസ്റ്റ്യൻ പേപ്പർ അലങ്കോലമായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മാർക്ക് കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഓരോ മാർക്കുകളൊക്കെ കൊടുത്തിട്ട് ടിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ നാറ്റമിയുടെ ഈ ഒരു എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നാറ്റമി എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.